KSTAയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ കോപ്പാലത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. അധ്യാപകരിൽ നിന്നും പൂർവ്വ അധ്യാപകരിൽ നിന്നും സംഭാവന സ്വീകരിച്ച് KSTA തലശ്ശേരി സൗത്ത് സബ് ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചന്ദ്രോദയം വീട്ടിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ KK ശൈലജ MLA കുടുംബത്തിന് താക്കോൽ കൈമാറി. നമ്മളാരും കെട്ടിവെച്ച പൈസക്കാരൊന്നുമല്ല, പക്ഷെ ചെറിയ ചെറിയ സഹായം പരസ്പരം ചെയ്യുമ്പോൾ വലിയ മാറ്റം നാട്ടിലുണ്ടാക്കാൻ കഴിയും. ഗവൺമെൻറ്റിനാവതും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചല്ല, അതിനപ്പുറത്തെ പരിഷ്കാരമാണ് കഴിഞ്ഞ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാനതിവിടെ പറയുന്നില്ല. അതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടൊക്കെ വന്നത് പരിഹരിക്കാൻ നമ്മൾ തന്നെ ഇടപെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്ഭുതകരമായ മാറ്റത്തിലേക്കാണ് കേരളീയ സമൂഹം പോകുന്നത്. ഇന്നലെ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാൻ പോയി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അറിയാണ്ട് ഉത്തർപ്രദേശിൽ നിന്നൊക്കെ എത്തിപ്പോയ മലയാളം പറയുന്ന ആൾ കുറവ്, എല്ലാം കൂടി ഹിന്ദിയും പറഞ്ഞിട്ട് മറ്റേ ഇവിടത്തേക്ക് പോകുന്ന രാജസ്ഥാനിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ വരാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇരിക്കുക അല്ലേ. ആരാണ് ഇവിടെ പണിയെടുക്കാൻ വന്ന ബിഹാരികളൊക്കെയാണ്. എന്തുകൊണ്ടാണ് അവർ വന്നത്? അവർ പറഞ്ഞു കേരളത്തിൻ്റെ വ്യത്യാസം. നമ്മൾ അവരോട് അസൂയ തോന്നിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്ക് പണിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മാറി നിന്നപ്പോൾ ഓർ കയറി പണിയെടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓരോട് കുശുമ, ഓറും കൂടി പണിയെടുത്തിട്ടില്ലെങ്കിൽ പണിയെല്ലാം നിന്നുപോകും. നമ്മൾക്ക് മാനുവൽ ലേബറിന് ആളെ കിട്ടൽ വളരെ കുറവായിട്ട് കേരളത്തിൽ. സന്തോഷ്, ഭാര്യ പ്രിയ എന്നിവർ ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി. താക്കോൽ സമർപ്പണ ചടങ്ങിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് MC പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള പഠനോപകരണം CPIM ഏരിയ സെക്രട്ടറി CK രമേശൻ കൈമാറി. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TV സുഗീഷ്, നഗരസഭാ കൗൺസിലർ P ബിന്ദു, PV വിജേഷ്, PV ഗംഗാധരൻ, VV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ C ജാഫർ സ്വാഗതവും ചെയർമാൻ KP സുധാകരൻ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് തലശ്ശേരി.